കാർമലി. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. എന്നാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്. 2022 ഡിസംബർ 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഞാൻ വരാനുണ്ടായ കാരണം, ഒരു ഗതിയും പരഗതിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2022 നവംബർ മാസത്തിൽ എനിക്ക് വീട്ടിലെല്ലാവർക്കും പനിയും ചുമയെല്ലാമായി. ഞാനൊരു ന്യൂറോ പേഷ്യൻ്റാണ്. എനിക്ക് ചുമച്ച് തലയെല്ലാം നല്ല വേദനയും, മരുന്നിന് പോലും പൈസയില്ല. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക വീട് മാറണം. വേറൊരു വീടെടുക്കാൻ പോലും ഒരു വഴിയുമില്ല. 50,000-60,000 ഒക്കെ അഡ്വാൻസ് കൊടുക്കണം. 5 രൂപ പോലും എടുക്കാനില്ലാത്ത ഞാൻ എന്ത് ചെയ്യും? എൻ്റെ 2 മക്കളും ഭർത്താവും ഉണ്ട്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിട്ടിക്ക് കടമെടുത്ത് ഒരു ഓട്ടോ എടുത്ത്, ആ ഓട്ടോ എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ. സത്യം പറഞ്ഞാൽ വീട്ടിലെ നിത്യച്ചെലവിന് പോലും വല്ലാതെ ബുദ്ധിമുട്ടിയ അവസ്ഥയായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ചുമയും ഇതും കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഒരാഴ്ചയോളം ഹോസ്പിറ്റൽ വാസമായിരുന്നു. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എങ്ങ് പോയി ചോദിക്കും, ചുറ്റിനും കടവും ഉണ്ട്, ചിട്ടിയൊക്കെ മുടങ്ങി, ആൾക്കാർ വഴക്ക് പറയാൻ തുടങ്ങി. ഒരവസ്ഥയില്ലാത്ത സമയത്ത് ഞാൻ അടുത്തുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, എനിക്കൊരു 500 രൂപ തരുമോ? അതിനെന്താ, വന്നോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അതും വാങ്ങിച്ച് 2022 ഡിസംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് ഒന്ന് മാത്രമേ വെച്ചോളൂ. എൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റുള്ള ഒന്നിനെക്കുറിച്ചോ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ വെച്ചത് ഇതാണ്: മാതാവേ, എനിക്ക് വാടകയില്ലാതെ കിടക്കണം, എനിക്ക് കിടക്കാനൊരു സ്ഥലം വേണം. ഞാൻ എൻ്റെ 2 മക്കളുമായിട്ട് എവിടെ പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ ഈ അവസ്ഥയിൽ, എൻ്റെ ഈ ആകുലതയിൽ അമ്മ എന്നെ കൈ പിടിക്കണം. ഇത്രയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ മാതാവ് എനിക്ക് 2022 ഡിസംബർ 13 3 അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നത്. അതിൽ എനിക്ക് വീട് കിട്ടിയതിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ മാതാവിനോട് പറയാത്ത 2 കാര്യങ്ങളുണ്ട്. ഹെബ്രയരുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന്. അതേപോലെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സുകൊണ്ട് മാതാവിനോട് ഞാൻ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയും അപ്പനും വിദേശത്ത് പോകാൻ കൊടുത്തിരുന്നു. അത് നടക്കുന്നില്ല. 13 അമ്മയ്ക്ക് ഫോൺ വരുന്നു: നിങ്ങളുടെ ഇത് സാങ്ഷനായി, നിങ്ങൾക്ക് 14 കയറിപ്പോകണം. അവിടെയും വീണ്ടും ഒരു പരീക്ഷണം വന്നു. 6 ലക്ഷം രൂപ അടയ്ക്കണം. 1 രൂപ പോലും എടുക്കാനില്ലാത്ത ഞങ്ങൾ എങ്ങനെ 6 ലക്ഷം രൂപ അടയ്ക്കും? അങ്ങനെ ബുദ്ധിമുട്ടി അങ്ങേയറ്റ അമ്മയൊപ്പന് ചെന്ന് ചോദിച്ച സ്ഥലത്ത് നിന്നെല്ലാം പൈസ കിട്ടി. അവർ 14 തന്നെ കയറിപ്പോകുകയും അമ്മ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇസ്രായേലിലേക്കാണ് പോയത്. കർത്താവിൻ്റെ സ്ഥലത്ത് തന്നെ അവരെത്തിപ്പെട്ടു. രണ്ടാമത്, ഒരു സ്റ്റാൻഡിൽ ഓട്ടോ ഇടണമെങ്കിൽ 30,000 രൂപ യൂണിയൻകാർക്ക് കൊടുക്കണം. 30 രൂപ എടുക്കാനില്ലാത്ത ഞാൻ എങ്ങനെ 30,000 രൂപ കൊടുക്കും? ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് പരിചയമുള്ള ഒരാൾ കൈയാട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയെങ്കിലും സ്റ്റാൻഡ് കിട്ടിയോ? ഇല്ല. എന്നാൽ ഇവിടെ 250 രൂപ അടച്ച ഒരു കൂപ്പൺ എടുത്ത് സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പോഴും ആ 250 രൂപ പോലും ഇല്ല. അപ്പോഴും ഒരു ഓട്ടം കിട്ടി. ആ തുക എടുത്ത് അവിടെ അടച്ചു. മാതാവ് ഇടപെട്ട ഒരു ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് കിട്ടി. അപ്പം എനിക്ക് താമസിക്കാൻ ഇടമില്ലാത്തതാണ് എൻ്റെ വിഷയം. എൻ്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയും അപ്പനും സന്തോഷത്തോടെ ഓടി വന്നിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഇനി വാടക വീട്ടിലൊന്നും കിടക്കണ്ട മോളെ, അവിടെ ഉള്ള സ്ഥലത്ത് വന്ന് താമസിക്കുന്നു പറഞ്ഞ് തന്ന്. എനിക്ക് അസാധ്യമായ കാര്യമാണ് എനിക്കിവിടെ വന്നതിന് ശേഷം സാധിച്ചത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന തിരുവചനം
ഞാൻ കൂടെ കൂടെ ചൊല്ലുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എനിക്ക് സാധിച്ചു തന്ന മാതാവിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു തിരുവചനവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹെബ്രായർ 15-16 വാക്യങ്ങൾ. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ സഹനങ്ങളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് പോകുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ സിംഹാസനം പരിശുദ്ധ അമ്മയുടെ ഉദരമാണ്. ആ സിംഹാസനത്തിനെ തേടി ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എങ്ങനെ അത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് താമസിക്കാൻ ഇടം കിട്ടി. എൻ്റെ അമ്മയ്ക്കും ഒപ്പനും പോകാൻ പറ്റി. ഭർത്താവിനൊരു സ്റ്റാൻഡ് കിട്ടി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചെറിയാൻ മാതാവ് എനിക്ക് വാരിക്കോരി ചെരിയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എങ്കിലും എനിക്ക് ഇത്രയും തന്നെ എൻ്റെ മാതാവിന് ഈശോന് ആയിരം നന്ദി ഞാൻ പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:8. സങ്കീർത്തനം 34:8 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കാർമലി എന്ന മകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇവിടെ നിയോഗം വെച്ച്, അതായത് ഒരു നിയോഗമാണ് ആ മകൾ ആകെ കൂടെ മനസ്സിലും ഹൃദയത്തിലും പേപ്പറിലും എല്ലാം എഴുതിക്കൊണ്ട് നടന്നത്. ആ നിയോഗം വാടക കൂടാതെ എനിക്കൊന്ന് താമസിക്കണം, അതിനുള്ള ഒരു സ്ഥലം എനിക്ക് അമ്മ ഒരുക്കി തരണം. അപ്പോൾ അങ്ങനെ ആ ഒരു നിയോഗവുമായി വന്ന മകൾക്ക് മറ്റ് 2 കൃപകൾ കൂടി നൽകിയാണ് അമ്മ ഇവിടുന്ന് പറഞ്ഞു വിടുക. ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി നൽകുന്ന, അതിലും കൂടുതലും നൽകുന്ന ഒരമ്മയുടെ സന്നിധിയിലാണ് നാം നിൽക്കുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിലും നമുക്ക് കാണുവാൻ കഴിയുക. ഒത്തിരിയേറെ വേദനയോടെ ഇവിടെ ഈ മകൾ പങ്കുവച്ച അനുഭവം നാം കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മെ തേടിയെത്തുന്ന, അതായത് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ വാഗ്ദാന നാട്ടിലേക്ക് അവർക്ക് പോകുവാൻ, ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങിപ്പോവുകയാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെ. ഈ മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.